Hello guys, welcome back to my mom's YouTube channel. So yeah, this video is all about Georgian days. ഇത് നമ്മൾ 2024 ജാനുവരിയിൽ പോയതായിരുന്നു. ആൻഡ് എഡിറ്റ് ചെയ്യാൻ കുറച്ച് മടിയായതുകൊണ്ട് മാത്രം കേട്ടോ ഇത്രയും ലേറ്റ് ആയത്. പിന്നെ അതിൻ്റെ ഔട്ട്കമും നല്ലതായിരിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. സോ യാ, ഡേ വൺ നമ്മുടെ ഹോട്ടലിന് അടുത്തുണ്ടായിരുന്ന ഒരു ക്രിസ്മസ് മാർക്കറ്റിലാണ് പോയത്. നമ്മൾ ക്രിസ്മസ് കഴിഞ്ഞാൽ അവിടെ പോയതെങ്കിലും അവിടെ മൊത്തത്തിലൊരു ക്രിസ്മസ് വൈബ് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടുത്തെ കുറച്ച് ഫുഡൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് കുറേ നേരം അവിടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് ഹോട്ടലിലേക്ക് പോയി. ഡേ ടു ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഫോർ ദ ഫസ്റ്റ് ടൈം ഞാൻ സ്നോ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. നമ്മൾ താമസിച്ചിരുന്നത് ഓൾഡ് ടെബ്ലസിലാണ്. അപ്പോൾ അവിടുന്ന് ഗോദാവരി എന്ന് പറഞ്ഞ പ്ലേസിലേക്കായിരുന്നു പോയത്. അത് ഏതാണ്ട് ഒരു 2 hours ജേർണി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നല്ലൊരു അടിപൊളി വ്യൂ കാണുന്നത്, മൗണ്ടെയിൻസും ലേക്കും ഒക്കെ ആയിട്ട്. ആൻഡ് അവിടെ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ ബൂത്ത് അല്ലെങ്കിൽ ബാനേഴ്സ് ലൈക്ക് വി ലവ് ജോർജിയ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പ്ലേസസ് ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞ് വീണ്ടും നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് യു നോ വാട്ട്, ഫോർ ദ ഫസ്റ്റ് ടൈം ഞാൻ അങ്ങനെ സ്നോ കണ്ടു. ആ ഒരു സ്നോ ഒക്കെ ആയിട്ടുള്ള ആ വ്യൂ ഫോർ ദ ഫസ്റ്റ് ടൈം കാണുമ്പോഴുള്ളൊരു ഹാപ്പിനെസ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഫുൾ മൗണ്ടെയിൻസും കുഞ്ഞു ലേക്സും ഫുൾ സ്നോ കവേർഡ് ആയിട്ടുള്ള ഏരിയ. നമ്മൾ ഇങ്ങനത്തെ വ്യൂസൊക്കെ വീഡിയോസിൽ അല്ലെ മൂവീസിൽ ഫോട്ടോസിലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ. അതിപ്പോൾ നമ്മളിങ്ങനെ ഇത്ര റിയലായിട്ട് കാണുമ്പോൾ കിട്ടുന്നൊരു ഹാപ്പിനെസ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. എല്ലാവരും ലൈഫിൽ ഒരിക്കലെങ്കിലും ഇത് എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഏരിയ എത്തിയപ്പോൾ നമ്മൾ കാറ് സൈഡാക്കി. അവിടെ നമുക്ക് ക്വാഡ്സ് ബൈക്ക് എന്ന് പറഞ്ഞിട്ട് ബൈക്സ് അവൈലബിൾ ആണ്. അതിനെന്തോ കുറച്ച് പേയ്മെൻറ്റ് കാര്യങ്ങളും ഉണ്ട്. അത് നമുക്കാണെങ്കിൽ ഇങ്ങനെ 2 മൗണ്ടെയിൻസിൻ്റെ ഇടയിൽ ഒരു ഫുൾ സ്നോ കവേർഡായിട്ടുള്ള ഏരിയ ആണ്. അതിലൂടെ നമുക്ക് ഈ ബൈക്ക് റൈഡ് ചെയ്യാം. ആൻഡ് ഇത് എങ്ങനെയാണ് റൈഡ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മളെ ട്രെയിൻ ചെയ്യാനും അവിടെ ആളുകളുണ്ട്. ഇത് നമ്മൾ കുറേ ഗ്രൂപ്പ്സായിട്ടാണ് പോവുക. ഇതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ കിട്ടുന്ന ഹാപ്പിനെസ് ഇറ്റ്സ് വേറെ ലെവൽ. ലൈക്ക് ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെയാണ്, നമുക്ക് ബെയർ ചെയ്യാനേ പറ്റൂല. പക്ഷെ ദ വ്യൂ നമുക്ക് തരുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷനൊക്കെ ഇറ്റ്സ് ഡിഫറെൻറ്റ്. അങ്ങനെ നമ്മൾ ഈ ബൈക്കിൽ ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകുമ്പോൾ കാണുന്ന വ്യൂ ഇസ് അടിപൊളി. ബിക്കോസ് 2 സൈഡിലും ഫുൾ മൗണ്ടെയിൻസ്, ഫുൾ വൈറ്റ് ആണ് അവിടെ കാണാൻ, സ്നോ കൊണ്ട് കവേർഡായിട്ട്. പിന്നെ നമ്മളൊരു കുറച്ച് ഏരിയ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്കവിടെ ഫോട്ടോസ് എടുക്കാനും സ്നോയിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും ഒക്കെ നമുക്ക് ടൈമുണ്ട്. നമുക്കൊരു 15-20 minutes, അതിന് കൂടുതൽ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്കും തണുപ്പാണ്. ടെമ്പറേച്ചർ ആ സമയത്ത് ഏതാണ്ട് -7 ആയിരുന്നു നമ്മൾ പോയപ്പോൾ. അങ്ങനെ നമ്മൾ കുറച്ച് സമയം അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ തിരിച്ചു വന്നു. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് പോയത് ഗോദാവരിയിലേക്കാണ്. അവിടെ കുറേ ആക്ടിവിറ്റീസ് അവൈലബിൾ ആണ്. ലൈക്ക് സ്കേറ്റിംഗ്, കേബിൾ കാർ, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അതിൽ നമ്മൾ ആകെ ചെയ്തത് ഈ കേബിൾ കാർ റൈഡാണ്. ടോപ്പ് വ്യൂ കാണാൻ വേണ്ടിയിട്ട് ടോപ്പിൽ നിന്ന് നമ്മളിങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ ആ ഒരു സ്നോ കാണുമ്പോൾ അടിപൊളിയാണ്. ലൈക്ക് ലൈഫിൽ ഇതൊക്കെ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് എനിക്ക്. എന്നിട്ട് നമ്മൾ ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് അവിടുന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് ഹോട്ടലിലേക്ക് വന്നു. നെക്സ്റ്റ് ഡേ 3 ഉണ്ടായിരുന്ന നമ്മുടെ ഐറ്റിനറി വാസ് ഫുൾ ഓൾഡ് ടെബ്ലസ് കാണുക എന്നായിരുന്നു. സോ അന്നത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നത് January 7th. സോ അന്ന് അവരുടെ ഒരു മെയിൻ ഒരു സിറ്റിയിൽ വെച്ചിട്ട് പരേഡും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് കാറിൽ പോകാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ഒരു ഏരിയയിൽ കാർ പാർക്ക് ചെയ്തിട്ട് നടന്നു പോയി. പിന്നെ അവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു വണ്ടി അവൈലബിൾ ആണ്, നമുക്കിങ്ങനെ ടൂറിസ്റ്റുകളെ കൊണ്ട് കാണിക്കുന്ന വേണ്ടിയിട്ട്. അതിൽ കയറി നമ്മളൊരു ലേക്കിൻ്റെ ഏരിയയിൽ പോയിട്ട് അവിടെ ബോട്ട് റൈഡ് ചെയ്തു. ബോട്ട് റൈഡിങ് അടിപൊളിയായിരുന്നു. കാരണം നമ്മൾ ഫുള്ള് മലയാളം സോങ്സ്, ഹിന്ദി സോങ്സ്, തമിഴൊക്കെ സോങ്സൊക്കെ ഇട്ട് ഫുള്ള് ചില്ലായിട്ട് ഡാൻസൊക്കെ കളിച്ചു.
ആൻഡ് നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് അവർ അൺലിമിറ്റഡ് ആയിട്ട് കോഫി കാര്യങ്ങളൊക്കെ തരുന്നുണ്ടായിരുന്നു. അതൊക്കെ കുടിച്ച് നമ്മൾ വൈബായിട്ടാണ് പോയത്. അത് ഏതാണ്ട് ഒരു 15-20 മിനിറ്റ്സ് നമുക്ക് ബോട്ട് റൈഡ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബോട്ട് റൈഡിങ് ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നടന്നൊരു ബ്രിഡ്ജ് കയറിയിട്ട് ഒരു മെയിൻ സ്ട്രീറ്റിൽ പോയി. അവിടെ കുറച്ച് സ്റ്റാച്യൂസ് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ്. നമ്മൾ കുറച്ച് ഫാമിലി പിക്ചേഴ്സും ഒക്കെ എടുത്തു. ആൻഡ് ദെൻ നമ്മൾ പിന്നെ പോയത് ക്രിസ്മസ് പരേഡ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അവിടുത്തെ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നത് January 7th ആയതുകൊണ്ട് നമുക്ക് ഇത് വിറ്റ്നസ് ചെയ്യാനും പറ്റും. ലൈക്ക് അവരുടെ ആ ഒരു കൾച്ചർ, എങ്ങനെയാണ് അവർ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നതും ഒക്കെ, ഇതൊക്കെ നമുക്കൊരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ പരേഡൊക്കെ കണ്ടു. പിന്നെ കുറച്ച് സമയം നമ്മൾ ഇവരുടെ കൂടെ തന്നെ നമ്മളും നടന്നു. ആൻഡ് അത് ഏതാണ്ട് ഒരു 1 hour ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് നൈസ് എക്സ്പീരിയൻസ്. അതിനുശേഷം നമ്മൾ പോയത് അതിൻ്റെ അടുത്തൊരു സ്ട്രീറ്റിൽ നമുക്ക് സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയ കുറേ കുഞ്ഞു ഷോപ്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ പോയത് ഓൾഡ് ടെംപ്ലസിൻ്റെ ടോപ്പ് വ്യൂ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മൾ ടോപ്പ് വ്യൂവിൽ പോയിട്ട് നമുക്ക് അവിടെ ആക്ടിവിറ്റീസ് അവൈലബിൾ ആണ്. പിന്നെ കുറേ കുഞ്ഞു ഷോപ്സ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടൊക്കെ അവൈലബിൾ ആണ്, ലൈക്ക് സോവനീഴ്സും കാര്യങ്ങളും. നമ്മൾ ചൂസ് ചെയ്തത് കേബിൾ കാർ ആക്ടിവിറ്റിയാണ്, കാരണം നമുക്ക് ടോപ്പ് വ്യൂ ഫുള്ളി കാണണമായിരുന്നു. ആൻഡ് സിപ്പ് ലൈൻ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ എൻട്രി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായി പോയി. അതിനപ്പോൾ വീണ്ടും ചുറ്റി പോകേണ്ടത് കൊണ്ട് ടൈമില്ല നമുക്ക്. അത് നമ്മൾ കേബിൾ കാർ ചൂസ് ചെയ്തു. ആൻഡ് നമ്മൾ മുമ്പേ ബോട്ട് റൈഡ് ചെയ്ത ലേക്കും ഫുൾ ഓൾഡ് ടെംപ്ലസിൻ്റെ ആ ഒരു ടോപ്പ് വ്യൂ അടിപൊളിയായിരുന്നു കാണാനായിട്ട്. അങ്ങനെ നമ്മൾ അന്നത്തെ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞ് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോയി. നെക്സ്റ്റ് ഡേ 4 ഐറ്റിനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈൻ മേക്കിംഗ് പ്ലേസിൽ പോകാനായിരുന്നു. ആൻഡ് അവിടുത്തെ കുറേ വെറൈറ്റീസ് ഓഫ് വൈൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ കുറേ വൈനൊക്കെ ടേസ്റ്റ് ചെയ്തു. പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ കുറേ സമയം ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മൾ പോയത് ഒരു ഹോട്ടലിലേക്കാണ്. നമ്മൾ ഈ ഹോട്ടലിലേക്ക് വന്നത് ആക്ച്വലി ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ നമ്മൾ അവിടെ വന്നപ്പോൾ അവിടെയും നമുക്ക് വൈൻ ടേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആയിരുന്നു. അവിടെ അവർ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന വൈനാണ്. ആൻഡ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് നെക്സ്റ്റ് നമ്മൾ പോയത് അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ചേർച്ച് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. കുറച്ച് സമയം നമ്മളവിടെ ചേർച്ചിൻ്റെ അവിടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് ഹോട്ടലിലേക്ക് പോയി. ദാറ്റ് വാസ് അവർ ലാസ്റ്റ് ഡേ ഇൻ ജോർജിയ. നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ അവിടുത്തെ ഒരു ലോക്കൽ മാർക്കറ്റിൽ പോയിട്ട് ഫ്രഷ് ഫ്രൂട്ട്സൊക്കെ നമ്മൾ വാങ്ങിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ആൻഡ് ടൈം ടു സേ ബൈ ടു ജോർജിയൻ ഡേയ്സ്. ഫുൾ ലോട്ട്സ് ഓഫ് മെമ്മറീസും ഒക്കെ ആയിട്ടാണ് ജോർജിയയിൽ നിന്ന് പോയത്. ഈ ഒരു വീഡിയോ ശരിക്കും ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചല്ല, പിന്നെ എന്തോ കുറേ നാൾ കഴിഞ്ഞ് കാണുമ്പോൾ ഒരു മെമ്മറീസിന് വേണ്ടിയിട്ട് ചെയ്തതാണ്.